ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഓണം വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓണം വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമായിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, അത് വേറെ. എനിക്ക് നല്ല പനിയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്രാടത്തിനടുത്ത കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം നമ്മൾ ഉത്രാടത്തിന് നമ്മൾ വൈകിട്ടായപ്പോൾ നമ്മൾ ചട്ടിവിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുകയാണ് ഗൈസ്. അപ്പം പടക്കം നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉത്രാടത്തിന് കുറച്ച് കത്തിക്കാനും അതേപോലെ ഓണത്തിന് കത്തിക്കാനും. ഓണത്തിന് കത്തിക്കുന്നത് ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ ഓൾറെഡി ഉത്രാടത്തിന് എടുത്തല്ലോ, അപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ തയ്ക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഈ കമ്പത്തിരിയെല്ലാം ഇതാക്കുന്നത്. അപ്പം ഞാൻ കമ്പത്തിരി വെച്ച് ഈ ഒരു പടക്കത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, കുഴപ്പമോ എന്തോ ഒരു ഇതാണ്. അപ്പം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കത്തിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കത്തിച്ചില്ല. പിന്നെ ഓണത്തിന് അപ്പോഴത്തേക്കും അണഞ്ഞു പോയിട്ടോ. അപ്പം ഓണത്തിന് ഞാൻ കത്തിച്ചു കേട്ടോ, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് അത് പൊളിഞ്ഞു പോയതുകൊണ്ട് പപ്പ വന്ന് കത്തിക്കുകയാണ്. നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക, കമ്പിത്തിരി വെച്ച് കത്തിക്കുവാണെങ്കിൽ നല്ലതാട്ടോ, നല്ല പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും, കത്തിച്ച് കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ വരും. അപ്പം ഞാൻ പപ്പ ഇതേപോലെ കത്തിച്ച് നല്ല രസമാട്ടോ. എനിക്ക് ഇത് ചെറുതായാലും വലുതാട്ടോ, ഇങ്ങനെ മേളി വരെ പോവും, നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ, നല്ല രസമാണ് ഗൈസ്. അപ്പം ഞാനിപ്പം ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ സംസാരിക്കുന്നത് എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വരാം, അപ്പം അതൊന്നും ക്ഷമിക്കുക. അപ്പം അമ്മ നമ്മളെ തയ്ക്കുന്നുണ്ട്, അമ്മയ്ക്ക് നാണമാണ് ഗീസ് ക്യാമറയുടെ മുമ്പിൽ വരാൻ, അതാണ് നിങ്ങളുടെ വേറെ അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഓലപ്പടക്കമാണ് പൊട്ടിക്കുന്നത്. ഓലപ്പടക്കം പൊട്ടിച്ചതിൻ്റെ ഷോക്കാണ് ഞാനത് കണ്ടുകൊണ്ട് അധികം ഞാൻ ആ ഒരു ക്ലിപ്പ് നല്ലോണം എടുത്തില്ല കേട്ടോ. ഓലപ്പടക്കം എന്തായാലും മേടിക്കുക, അത് നല്ല രസമല്ലേ പൊട്ടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ല രസം കേട്ടോ. പക്ഷെ അത് ഇപ്പം ഇങ്ങോട്ട് രണ്ടാമതിട്ട് അത് അവിടെ ഇരുന്ന് അത് തണുത്തു പോയെന്ന് തോന്നുന്നു, അത് പൊട്ടിയില്ല കേട്ടോ. എൻ്റെ തൊണ്ട വയ്യ ഗൈസ്. പിന്നെ മൂന്നാമതിട്ടതും പൊട്ടിയില്ല, തണുത്ത് പോയെന്ന് തോന്നിട്ടോ. നമ്മൾ എന്ന് പടക്കം മേടിച്ചാലും ചിലതൊക്കെ തണുത്ത് കൊണ്ടോ. അപ്പം അത് അവിടെ കിടന്ന് ചെറുതായിട്ട് കത്തുന്നുണ്ട്, പക്ഷെ ദൂരെ അത് പൊട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നാലാമത് പൊട്ടിച്ചത് പൊട്ടിയിട്ട് നല്ല രസം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ തംസപ്പ് കാണിക്കുന്നത്. അഞ്ചാമത്തെ പൊട്ടിച്ചപ്പോൾ അത് റെഡിയായി. അപ്പോൾ നമ്മളിനി പൂത്തിരി വെച്ചിട്ട് അട്ടയോ എന്തോ ഒരു അട്ടയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അല്ല ഗൈസ് അട്ടയല്ല, സോറി, ക്ഷമിക്കുക. അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കളറ് ഉള്ള ഒരു ഇതാണ്, പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് അതൊക്കെ അല്ലാതെ അങ്ങ് പൊട്ടുമായിരിക്കും, ഓലപ്പടക്കം പോലെ, പക്ഷെ അല്ല, നല്ല തെറിച്ചിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ മറ്റേ കുഴപ്പോ ആ ഒരു സംഭവമാണ് പൊട്ടിക്കുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പം ഞാൻ എന്തൊക്കെയോ ഇപ്പോൾ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൂക്കളത്തിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കത്തിച്ച് വെച്ച് ചിലതൊക്കെ അണിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് പൂ ഇങ്ങനെ വെട്ടുവാട്ടോ. കുറച്ചധികം പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ലാവിഷായിരുന്നു, വലിയ പൂക്കളം തന്നെയാണ് നമ്മൾ ഇട്ടത്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ പൂക്കളമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ലോക്ക് കണ്ടു, അത് കാണണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാട്ടോ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ലാസ്റ്റ് ആ ഡിസൈനായിട്ടായില്ല വന്നത്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഞാനിപ്പം സെൻട്രലിൽ അവിടെ ഒരു റോസാണുള്ളത്. അപ്പം ഞാൻ റോസ് ആട്ടോ വെക്കുന്നത്. അപ്പം സെൻട്രലിൽ ഞാനിതേപോലെ 2-3 റോസ് അടുക്കി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിരുന്നു. ഇതാണ് എൻ്റെ ചേട്ടൻ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഇതാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഇന്നെന്താണെന്നറിയത്തില്ല, ചേട്ടൻ ക്യാമറയിലോട്ട് നോക്കിയിരുന്നാണ് ചിലയാൾ പോയത്. ഓക്കെ, അപ്പം ചേട്ടൻ എന്തുവാണ് മേടിക്കാൻ വന്നത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്തോ മേടിക്കാൻ വന്നതെന്ന്. ഓക്കെ, അപ്പം അതിനിടയ്ക്ക് വന്നേച്ച് പോയി. അപ്പം ഞാനിപ്പം ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിയുന്നതാണ് ഗൈസ് ഏറ്റവും വലിയ ടാസ്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ സെറ്റാക്കി എടുത്ത അവസാനമായപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, ഇതൊന്ന് ഷേപ്പൊക്കെ മാറിപ്പോവായിരുന്നു.
അപ്പം പിന്നെ അമ്മയും പപ്പയും കൂടെ ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഈ പൂക്കളം ഇങ്ങനായത്. അവസാനം നമ്മൾ എടുത്തു വെച്ച ആ ഫോട്ടോ ഇല്ലായിരുന്നു, ആ പ്ലാനിലായിട്ടൊന്നും എല്ലാവരും വന്നേ. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഓണത്തിൻ്റെ ദിവസം കേട്ടോ ഇത്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസമാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നമ്മൾ ഇതിൻ്റെ ന്യൂ ഡ്രസ്സാട്ടോ, പട്ടുപാവാടയും അതിൻ്റെ ഒരു ടോപ്പാട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോൾ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഓണത്തിന് പോകാൻ തുടങ്ങിയിട്ടും ഞാൻ മെയിനായിട്ട് പോകുന്ന അവിടുത്തെ പൂക്കളം കാണാനാണ്. അവിടുത്തെ പൂക്കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതും എൻ്റെ ഓണക്കോടിയാണ് ഗൈസ്, ഇതും എൻ്റെ ഓണക്കോടിയാണ്. അപ്പം ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. എനിക്കങ്ങ് ബോധിച്ചു പോയി. ഓക്കെ, പിന്നെ നമ്മൾ പോകാൻ നേരം നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ. എവിടെ ആണെങ്കിൽ ഈ മേഘങ്ങളെല്ലാം കൂട്ടി നിന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല, തിരുവോണമായെന്ന് തോന്നുന്നു, എനിക്ക് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ. അവിടെ മഴവില്ലല്ല എന്തായാലും, പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഭംഗിയായിട്ട് അവിടെ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ഷോട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതൊന്നും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അവിടെ നിൽക്കുന്ന നല്ലൊരു മഴവില്ല എന്തായാലും അല്ല, മഴവില്ല 7 കളറില്ല, അതൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നി ഫസ്റ്റ് മഴവില്ലാണെന്നും, പക്ഷെ അല്ല കേട്ടോ. മേഘങ്ങളുടെ ഇടയ്ക്ക് ഇതേപോലെ ഇരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താണ് ഇത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറവായിരുന്നു കേട്ടോ. ഇപ്പം നല്ലോണം ആൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മളിനി പുറത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടുന്ന കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് എടുത്താൽ കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. അവിടെ ഇതേപോലെ സ്കൈ ഷോട്ടാണെന്ന് തോന്നുന്നു, സ്കൈ ഷോട്ട് അത് തന്നെയാണ് പറയുക, അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് വയ്യ. അപ്പം ഞങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിച്ചായിരുന്നു. പുറത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നേരം നല്ല ഭംഗിയുള്ള വലിയൊരു പൂക്കളം കണ്ടു കിട്ടും ഞങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ചട്ടികുളങ്ങര പ്രത്യേകിച്ച് തിരുവോണത്തിന് പോകുന്നത് ഇതേപോലത്തെ വെറൈറ്റി പൂക്കളം കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയും വെറൈറ്റി പൂക്കളം ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതെവിടെ മെയിനായിട്ടുള്ള ഉള്ളിലുള്ള നല്ല വലിയ പൂക്കളാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പുറത്തെ ആ ഒരു ലാസ്റ്റ് വന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റിൽ നിന്ന് ഡാർക്കിലായിട്ടുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സെക്കൻഡ് പൂക്കളമാണ്. ഇത് നമ്മുടെ ദേവിയുടെ ജീവത ആണ് ഗൈസ്. ഇത് ജീവിത എന്നൊക്കെ തമ്പുരാനെ ജീവതയാണ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ ഒരു ഡിസൈനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനത്തെ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേർഡ് പൂക്കളമാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് പുറത്തിട്ടോണ്ട് വെയിൽ രാവിലെ ആയതുകൊണ്ട് കുറച്ച് പൂ വെളിയിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി പൂക്കളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ അത് പരപ്പരവ് നടക്കാറില്ല. പിന്നെ അടുത്ത ഓണത്തിന് എനിക്ക് എന്തായാലും വലിയ ഇങ്ങനത്തെ പൂക്കളം ഇടണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.